നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശിരൂരിൽ മണ്ണിനടിയിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പ്രതീക്ഷയോടുകൂടി ഇന്ന് 7-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ, ശ്രമകരമായ തെരച്ചിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ദൗത്യസംഘം. റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ തെരച്ചിൽ തുടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലപ്പുറത്ത് നിപ്പ ജാഗ്രത തുടരുകയാണ്. കേന്ദ്ര സംഘം ഇന്ന് മലപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വാർത്തകൾ ഏറെയുള്ള ദിവസമാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും. തെരച്ചിൽ 7-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കാൻ പോകുന്നു. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിന്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അതേസമയം ലോറി പുഴയിലേക്ക് പതിച്ചു എന്ന സംശയം അതിന്റെ അടിസ്ഥാനത്തിൽ NDRFും നാവികസേനയുടെ സ്കൂബ സംഘവും ഗംഗാവലിപ്പുഴയിൽ ഇന്നും തെരച്ചിൽ തുടരും. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, അരുൺ പാറയ്ക്കൽ, ഒപ്പം തന്നെ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി വിവരങ്ങളുമായി ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് കണ്ണാടിക്കലിൽ നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ പാറയ്ക്കലിലേക്കാണ് ആദ്യം പോകുന്നത്. അരുൺ പാറയ്ക്കൽ, ഇന്ന് തെരച്ചിൽ 7-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഇന്നത്തെ തെരച്ചിലിനായി ഉപയോഗപ്പെടുത്താൻ പോകുന്നു. ഇപ്പോഴും ആ ദൗത്യം ദുഷ്കരമായി തന്നെ തുടരുന്നുണ്ട്. 7-ാം ദിവസത്തിലെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇന്നത്തെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും അരുൺ? റിജിത്ത്, അവിടെ ഇപ്പോൾ നിലവിലുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ആ മണ്ണിന് മുകളിൽ വലിയ വലിയ പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ച് നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കും. ഈ മണ്ണ് ഇന്ന് ഒരു ദിവസം കൊണ്ടായത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കുമോ എന്നതുപോലും സംശയമാണ്. എന്തായാലും കൃത്യമായ കാര്യക്ഷമമായ പ്രവർത്തനം ദ്രുതഗതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയോടുകൂടി ഇന്ത്യൻ ആർമി സ്ഥലത്ത് എത്തിയത് മുതൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ആളുകൾ അതിലുണ്ട്. പല ആളുകളും ഇതിലും ഭീകരമായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി പരിചയമുള്ള ആളുകളാണ്. മാത്രമല്ല, അവരോടൊപ്പം തന്നെ ഈ ദുരന്ത സമയത്ത് ആ സ്ഥലങ്ങളിലൊക്കെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി അതിനെ അതിജീവിച്ച ആളുകളൊക്കെ തന്നെ, രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഇന്ത്യൻ ആർമിക്ക് സഹായവുമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, മലയാളികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മനുഷ്യജീവനെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോഴുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത്, അതായത് ഈ NDRFിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെയും ഒക്കെ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഈ പ്രദേശത്ത്, അതായത് ഷിരൂരിൽ ഈ അപകടമുണ്ടായ സ്ഥലത്ത്, ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് ഒരു കർവുണ്ട്. ആ കർവ് എന്ന് പറയുന്നത് ഒരു സമാന്തര റോഡ് ആ കർവിലൂടെ പോകുന്നുണ്ട്. ചെറിയ റോഡാണ്. അതായത് ഈ കർണാൽ മംഗലാപുരം ദേശീയപാതയ്ക്ക് ഓരത്തായി, ആ 4 വരി പാതയ്ക്ക് ഓരത്തായി ഈ റോഡ്, സമാന്തരമായ റോഡ് മലയ്ക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. ചെറിയ റോഡാണ്. ആ റോഡിലേക്ക് കയറ്റി ഈ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം നോക്കണം. അവിടെ ഒരു അരുവിയുണ്ട്. അതായത് ഈ മലമുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്ന ഒരു അരുവിയുണ്ട്. അവിടെയാണ് ഈ ആളുകളൊക്കെ, ഈ ചരക്ക് ഗതാഗതം നടത്തുന്ന തൊഴിലാളികളൊക്കെ കുളിക്കാനും മറ്റുമായി, വാഹനം കഴുകുന്നതിനും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു അരുവിയാണ്. ചെറിയൊരു പൈപ്പൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും ആ ഭാഗത്തേക്ക് വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ GPS-ന്റെയും റഡാറിന്റെയും ഒക്കെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്, റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഒരു തെരച്ചിൽ നടന്നിരുന്നത്. പക്ഷേ ഇതുവരെയും ആ വാഹനത്തിന്റെ കണ്ടന്റ് എവിടെയാണ് ഉള്ളത് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചാലും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള മണ്ണാണ്, ചെളി നിറഞ്ഞ മണ്ണാണ്. മലമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുകൂലമായ കാലാവസ്ഥയുണ്ട്. രാവിലെയൊന്നും മഴയില്ല. ഇന്നലെ രാത്രിയിലും വലിയ തോതിലുള്ള ഒരു മഴ, അതായത് അർദ്ധരാത്രിയിലും വലിയ തോതിലുള്ള ഒരു മഴ ഈ പ്രദേശത്ത് പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി വരെ പെയ്ത മഴ, രാത്രി 9 മണിവരെ അതിശക്തമായ മഴ ഈ പ്രദേശത്ത് ശിരൂരിൽ ഉണ്ടായിരുന്നു. ഈ ഗംഗാവലിപ്പുഴ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. കാരണം നേരം വെളുക്കുന്നേ ഉള്ളൂ. ഗംഗാവലിപ്പുഴ ഇപ്പോഴും അതിന്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അടിയൊഴുക്ക്
വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. കർണാടക ഉൾവനത്തിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ പുഴ പല ഭാഗങ്ങളിലുമൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പുഴയിൽ എന്തെങ്കിലും രീതിയിൽ ഈ വാഹനം പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. നാവികസേനയുടെയും NDRFന്റെയും ഇന്ത്യൻ ആർമിയുടെയൊക്കെ പ്രത്യേക സംഘങ്ങൾ ഈ പുഴയിലിറങ്ങി ഇന്ന് തെരച്ചിൽ നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ NDRFും നാവികസേനയും തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഈ മലമുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണ് അത് വലിയ തോതിൽ ഈ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് ഏകദേശം പുഴയുടെ പകുതിയോളം നടുഭാഗത്തോളം, നല്ല വീതിയുള്ള പുഴയാണ്, നടുഭാഗത്തോളം കവർ ചെയ്ത നിലയിലാണ് ഇപ്പോൾ ഈ മണ്ണ് ഉള്ളത്. ഈ മണ്ണിനടിയിൽ ഏതെങ്കിലും വാഹനങ്ങൾ, ഇപ്പോൾ ഈ ഭാരത് ബെൻസ് ഉണ്ടെന്ന് കർണാടക സർക്കാർ സംശയിക്കുന്നു, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. പക്ഷേ ഭാരത് ബെൻസ് മാത്രമല്ല, മറ്റേതെങ്കിലും വാഹനങ്ങൾ ആ മണ്ണിനോടൊപ്പം ഈ പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ കണ്ടെത്തുക ശ്രമകരമായ ദൗത്യമാണ്. പുഴ മണ്ണുകൊണ്ട് തൂർന്ന നിലയിൽ, അതായത് മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിലാണ് പകുതിയോളം ഭാഗമുള്ളത്. അവിടെ ഈ വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നാവികസേനാംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതുവരെയും ഒരു വാഹനവും ഈ പുഴയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തകരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്, അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ആ കർവ് സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്ത്, അതായത് GPS ലൊക്കേഷൻ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. 5-10 മീറ്ററൊക്കെ ചിലപ്പോൾ മാറാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മണ്ണിന്റെ ഒരു ഘടന അങ്ങനെയാണ്. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ലൊക്കേഷനും ഈ ഡ്രൈ സോയിലായാൽ മാത്രമേ നമുക്ക് കൃത്യമായ ലൊക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇത് നനഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് ഇതിലൊരു കൃത്യത നമുക്ക് എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കർവിനുള്ളിലേക്ക് ഏതെങ്കിലും രീതിയിൽ, അതായത് ആ ഒരു ഭാഗം ഒരു പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ വാഹനം നിർത്തിയ പൊസിഷൻ അത് ഏതായിരിക്കും, അതിനനുസരിച്ചായിരിക്കും വാഹനം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വലിയ തോതിൽ മണ്ണുണ്ട്. ഏകദേശം പകുതിയോളം മണ്ണ് ഇപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് മണ്ണ്, അതായത് ഇനി പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ച് അത് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ദിവസം മുൻപ് വരെ ഈ കർണാടക സർക്കാരും അതുപോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ചെയ്തിരുന്നത് റോഡിലെ മണ്ണ് മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷെ റോഡിലെ മണ്ണ് മാത്രം മാറ്റിയാൽ പോരാ, ഈ മലയോട് ചേർത്ത് നിർത്തിയ ആ ഭാഗത്ത് വാഹനമുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അരുൺ പാറക്കൽ പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ എത്ര മണിയോടുകൂടി ആരംഭിക്കാമെന്നാണ് കരുതുന്നത്? അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത്, ഇന്നത്തെ തെരച്ചിൽ 6:30 തന്നെ ആരംഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ SDRFന്റെ ഒക്കെ സംഘം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ തെരച്ചിലിന്റെ ഒരു ഗതി അല്ലെങ്കിൽ തെരച്ചിലിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഈ റഡാർ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധന. ആദ്യഘട്ടത്തിൽ 3 സിഗ്നലുകൾ ലഭിച്ചു. ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. എന്നാൽ നിലവിൽ ഈ ലോറിയുടേതെന്നും കരുതുന്ന എന്തെങ്കിലും ഒരു മെറ്റൽ കണ്ടന്റ് കണ്ടെത്താനായില്ല. അതിനുശേഷം ഈ GPS കേന്ദ്രീകരിച്ച് തന്നെയുള്ള സിഗ്നൽ കേന്ദ്രീകരിച്ച് ഈ മണ്ണ് നീക്കി തെരച്ചിൽ നടത്തി. എന്നിട്ടും ഇത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് ലഭിച്ചിരുന്ന ഒരു നിർണായകമായിട്ടുള്ള സിഗ്നൽ, അതിൽ കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൽ ഒരു മെറ്റൽ കണ്ടന്റ് സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ ആ പോയിന്റ് കേന്ദ്രീകരിച്ച്, അതായത് കൃത്യമായി ആ സിഗ്നൽ ലഭിച്ച ഇടത്ത് തന്നെയാണ് ഇന്നലെ പൂർണ്ണമായും മണ്ണ് നീക്കി ഈ തെരച്ചിൽ നടത്തിയത്. മണ്ണും ചെളിയും വലിയ കുന്നുപോലെ മൂടിയിരുന്നു. അത് പൂർണ്ണമായും തന്നെ ആ സിഗ്നൽ ലഭിച്ചെടുത്ത മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കി രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തി. എന്നാൽ അവിടെ നിന്ന് ലോറി കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും ഇതിൽ ആശങ്ക നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് നിലവിൽ ഈ രക്ഷാദൗത്യ സംഘം 2 സാധ്യതകളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിലൊന്ന് അതിൽ ഈ നിലവിലെ സിഗ്നൽ ലഭിച്ചിരുന്ന അല്ലെങ്കിൽ നിലവിൽ ഈ മണ്ണ് നീക്കിയിട്ടുള്ള ആ ഇടത്ത് നിന്നും നേരെ അപ്പുറത്തുള്ളൊരു വശത്ത് ഈ വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണുകളും മൂടിയ ഒരു ഇടമുണ്ട്.
അവിടെ കൂടി തെരച്ചിൽ നടത്തണം, അവിടെ കൂടി അതുകൂടി ക്ലിയർ ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തണം എന്നതാണ് ഈ രക്ഷാ ദൗത്യ സംഘത്തിലുള്ളവർ പറയുന്നത്. എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായും മണ്ണിനടിയിൽ ലോറിയില്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സിഗ്നലുകളും അല്ലെങ്കിൽ എല്ലാ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിലെ പരിശോധനയും വിഫലമാണ്. ആ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഇന്നലെ തന്നെ വ്യക്തമായി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ട എന്നതാണ് രക്ഷാ ദൗത്യ സംഘം നൽകുന്ന സൂചന. ഇതിൻ്റെ ഒരു നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സിഗ്നലുകളുടെ ലഭിച്ച ഇടങ്ങളിൽ നിന്ന് തൊട്ടപ്പുറത്ത് വശത്തായി വലിയ കല്ലുകളും ഈ മണ്ണും മൂടി നിൽക്കുന്നത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ വൈകിട്ട് കാണിച്ചതാണ്. അവിടെ ഈ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. പക്ഷെ അത് വളരെ ശ്രമകരമാണ്. കാരണം ഈ കല്ലുകൾ, വലിയ കല്ലുകളുണ്ട്. ഇതുൾപ്പെടെ ഇത് നമ്മൾ നിലവിലെ ഇപ്പോഴത്തെ സംവിധാനം ഉപയോഗിച്ച്, അതായത് ഹിറ്റാച്ചിയും JCB ഒക്കെ ഉപയോഗിച്ചാണ് ഈ ചളിയും മണ്ണും നീക്കം ചെയ്യുന്നത്. അതുപയോഗിച്ചുകൊണ്ട് ഈ വലിയ കല്ലുകൾ നീക്കം ചെയ്യാൻ സാധിക്കില്ല. അത് പൂർണ്ണമായും പൊട്ടിച്ചു വേണം അത് നീക്കം ചെയ്യാൻ എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ ഏരിയയിലായിരിക്കും ഇന്ന് സൈന്യത്തിൻ്റെ കുറച്ചുകൂടി വിസിബിലിറ്റിയുള്ള, അതായത് 15 മീറ്ററോളം ആഴത്തിൽ ഇത് പരിശോധിക്കാൻ, ഇതിൻ്റെ ഒരു സിഗ്നൽ പരിശോധിക്കാൻ സാധിക്കുന്ന, അതിന് സാന്നിധ്യം പരിശോധിക്കാൻ സാധിക്കുന്ന റഡാർ സംവിധാനം ഇന്ന് സൈന്യം ഈ രക്ഷാ ഈ അപകട സ്ഥലത്ത് എത്തിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സംവിധാനം ഉപയോഗിച്ച് ആ വശത്തെ അതിൻ്റെ ഒരു പരിശോധന, റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തും. അതിനുശേഷമായിരിക്കും ഈ കല്ലും മണ്ണും നീക്കം ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ നമുക്ക് ഇതിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിഭിന്നമായിട്ടുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 3 ആദ്യഘട്ടത്തിൽ GPS ലൊക്കേഷൻ ലോറിയോട് ലഭിച്ചിരുന്നു. അവിടെ കേന്ദ്രീകരിച്ച് റഡാറിൻ്റെ പരിശോധന നടത്തി. എന്നാൽ എന്തെങ്കിലും ഒരു മെറ്റൽ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും റഡാറിൻ്റെ പരിശോധന കൂടുതൽ ഏരിയകളിലേക്ക്, അതായത് ഈ മണ്ണ് കൂനയായി നിൽക്കുന്ന കൂടുതൽ ഏരിയയിലേക്ക് റഡാറിൻ്റെ പരിശോധന നടത്തി. അതിൽ ചില സിഗ്നലുകൾ ലഭിച്ചു. ആ സിഗ്നലുകൾ ഉള്ള ഇടത്തും പൂർണ്ണമായും മണ്ണ് നീക്കിയിട്ടും ഈ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ ഈ റഡാറിൻ്റെ ഒക്കെ സിഗ്നലുകളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇതിൽ കൃത്യമായ ഒരു പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വരാം എന്ന ഒരു സാധ്യത കൂടിയുണ്ട് എന്ന് ഈ ചില വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുമുണ്ട്. എന്നാൽ ഈ സൈന്യത്തിന്റെ റഡാർ കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ളതാണ്, കുറച്ചുകൂടി ആഴത്തിൽ ഇതിന്റെ ഈ സാന്നിധ്യം കണ്ടെത്താൻ. ശരി, അത് തന്നെയാണ്. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കാൻ പോവുകയാണ്, തെരച്ചിലിനായി ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. 7ാം ദിവസത്തിലേക്ക് ആ ദൗത്യം കടക്കുകയാണ്. അർജുനെ കാണാതായിട്ട് 7 ദിവസം പിന്നിടുകയാണ്. തെരച്ചിൽ അവിടെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്, കണ്ണാടിക്കലിൽ നിന്ന്. കുടുംബം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അവരുടെ ഏറ്റവും ഒടുവിലായുള്ള പ്രതികരണം എങ്ങനെയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സമീർ, അവിടെ ദൗത്യം പുരോഗമിക്കുന്നു. സൈന്യം ഇന്ന് കൂടുതൽ സാങ്കേതിക സംവിധാനം ഉപയോഗപ്പെടുത്താൻ പോകുന്നു. അപ്പോഴും ഒരു ശുഭവാർത്ത ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ആശങ്കയുമാണ്. കുടുംബം ഏറ്റവും ഒടുവിലായി പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അർജുൻ്റെ ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. അവർ നൽകുന്ന വിവരം, കണ്ണാടിക്കൽ കാത്തിരിക്കുന്ന കുടുംബത്തിന് നൽകുന്ന വിവരം എങ്ങനെയാണ് സമീർ? റിജിത്ത്, അപകടം നടന്ന് 7 ദിനം പിന്നിടുന്നു. വലിയ പ്രതീക്ഷയോട് കൂടി തന്നെ ഇപ്പോഴും കുടുംബം കാത്തിരിക്കുകയാണ്. ആശ്വാസവാക്കുകളുമായി നിരവധി പേർ ഇവിടേക്ക് വരുന്നുണ്ട്. ആ വാക്കുകളൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട അർജുനെ ആരോഗ്യത്തോടു കൂടെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്, തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ പ്രാർത്ഥനയുമായാണ് ഈ നാടൊന്നാകെ കഴിയുന്നത്. നമ്മളെല്ലാവരും അതിനായി കാത്തിരിക്കുന്നു, പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, തെരച്ചിൽ ഇന്നലെ രാത്രിയോടുകൂടെ അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് കടുത്ത അമർഷമുണ്ട്. ഒരു രക്ഷാപ്രവർത്തന പ്രവൃത്തിയാണ്, അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സർക്കാർ ഉദ്യോഗം മാത്രമായി അതിനെ കാണരുത് എന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തന്നെ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല. പിന്നീട് കർണാടക സർക്കാർ ഉണർന്നത് കേരള സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത്തരം ഒരു പരാതി, അതുപോലെ തന്നെ പിന്നീട് കാര്യമായ രീതിയിലേക്കുള്ള സംവിധാനങ്ങളൊന്നും
പോലീസൊന്നും എത്തിയില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ സംസാരിക്കുന്നു. അതിനൊടുവിൽ ഇപ്പോൾ ഇന്നലെ സൈന്യം എത്തുകയും അതുപോലെ തന്നെ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും തുടങ്ങിയിരുന്നു. ഈ വേളയിൽ ഒന്നും തന്നെ അർജുനുള്ള വാഹനമോ അർജുനെയോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയായിക്കൊണ്ട്, വലിയ ഒരു സങ്കടമായിക്കൊണ്ട് നിലനിൽക്കുകയാണ്. എന്തായാലും വലിയൊരു പ്രതീക്ഷ ഇപ്പോഴും കുടുംബത്തിന് ഉണ്ട്. അർജുൻ വളരെ നല്ല മനക്കരുത്തുള്ള വ്യക്തി തന്നെയാണ്, അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ, അതായത് 19-ാം വയസ്സ് മുതൽ വളയം പിടിച്ചു തുടങ്ങിയ അർജുന് വേണ്ടിക്കൊണ്ട് ഈ നാടൊന്നാകെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നു. ശുഭവാർത്ത ഷിരൂരിൽ നിന്ന് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് തന്നെയാണ് അവർ എല്ലാവരും ഉള്ളത്. ഈ രാത്രി സമയത്ത് കൂടി ഈ രക്ഷാപ്രവർത്തനം തുടരണം, തെരച്ചിൽ തുടരണം എന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിരുന്നു. അതുപോലെ ഇന്നലെയും അക്കാര്യം ഉന്നയിച്ചു. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്നതിൽ വലിയൊരു സങ്കടം ഈ കുടുംബത്തിനുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും ഈ കുടുംബം പറയുന്നത്, കഴിഞ്ഞ ദിവസം പോലും അർജുൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ വാഹനം ഓണായിരുന്നു എന്നുള്ള ഭാദ്വൻസ് കമ്പനിയുടെ അറിയിപ്പ് വരുന്നു. ഇത്തരമൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഈ കരഭാഗത്ത് തന്നെയാണ് വാഹനം ഉണ്ടാവുക എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ശേഷിക്കുന്ന മണ്ണുകൂടി മാറ്റിക്കൊണ്ട് കരഭാഗത്തുള്ള പരിശോധന പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പുഴയിലേക്ക് പതിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്ന് അവിടെ എത്തിയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പലരും പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇതുവരെ 90% മണ്ണ് നീക്കുമ്പോഴും അവിടെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ കൂടെ സഹായത്തോടെ വിശദമായിട്ടുള്ള പരിശോധന പുഴയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പുഴയിലെ മണ്ണിലേക്ക് താഴ്ഭാഗത്തേക്ക് എങ്ങാനും ഈ വാഹനം പതിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇറങ്ങുകയും പിന്നീട് നീക്കം ചെയ്ത മണ്ണ് പോലും ആ പുഴയുടെ മുകളിലേക്ക് ഇടുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി വിശദമായിക്കൊണ്ട് പരിശോധിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും ആശങ്കയോടും അതുപോലെ തന്നെ പ്രതീക്ഷയോടും കൂടെ കുടുംബം കാത്തിരിക്കുകയാണ്. കർണാടിക്കൽ ഗ്രാമം കാത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും അർജുനെ നല്ല ആരോഗ്യവാനായിക്കൊണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രത്യാശയിലാണ് ടി കെ. ലോറി പുഴയിൽ പതിച്ചു എന്നുള്ള സാധ്യതയും തള്ളാതെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. NDRF-ഉം നാവികസേനയും പുഴയിലുള്ള തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും അതിശക്തമായ മഴ അവിടെ പെയ്തിരുന്നു. ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിൽക്കട്ടെ, തെരച്ചിൽ മുന്നോട്ട് പോകട്ടെ. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ സൈന്യം ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. 15 മീറ്റർ താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മെറ്റൽ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി എത്തിക്കുന്നുണ്ട്. പ്രതീക്ഷ കൈവിടുന്നില്ല കുടുംബം. അപ്പോഴും അവർ പറയുന്നത്, ഈ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. രക്ഷാദൗത്യം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ആവശ്യമൊക്കെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അപ്പോഴും പല സാധ്യതകൾ, പല ഏരിയയിൽ നിന്നുള്ള തെരച്ചിൽ ഒക്കെ ഇപ്പോഴും ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ലോറി പുഴയിൽ പതിക്കാനുള്ള ഒരു സാധ്യത അതും തള്ളുന്നില്ല. പുഴയിലുള്ള തെരച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നും പുഴയിൽ തെരച്ചിൽ തുടരുന്ന നിലയുണ്ടാകുമോ അരുൺ? ഇന്നും പുഴയിൽ തെരച്ചിൽ തുടരാനാണ് സാധ്യത. റിജിത്ത്, ഈ പുഴ കേന്ദ്രീകരിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ പുഴ കേന്ദ്രീകരിച്ച് നടത്തുന്ന തെരച്ചിൽ അത്രത്തോളം ദുഷ്കരമാണ്. നമുക്ക് ആ പുഴയുടെ ദൃശ്യങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കുത്തൊഴുക്കുണ്ട്. അത് മാത്രമല്ല, ഈ പകുതിയോളം മണ്ണ് വന്ന് അടിഞ്ഞ നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സൂചിപ്പിച്ചിരുന്നത്, ആ മല ഇടിഞ്ഞ് പുഴയിലേക്ക് വീണപ്പോൾ ആ പുഴയുടെ ഗതി മാറി ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ഈ പ്രദേശത്തുണ്ടായി. അങ്ങനെ അതിനെ മറുകരയിലുള്ള വീടുകൾ ഉൾപ്പെടെ ഈ പുഴയിൽ ഒലിച്ചുപോയി. നമുക്ക് ആ അപകടം നടന്ന സ്ഥലത്ത് പോയി അതിന്റെ മറുകരയിലേക്ക് നോക്കിയാൽ മാത്രമാണ് അതിന്റെ ഒരു ഭീകരാവസ്ഥ, അതായത് ഈ മറുകരയിലെ കൂടി ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത്രത്തോളം മണ്ണ് ഈ പുഴയിലേക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ മണ്ണിൽ പരിശോധന നടത്തുക എന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് നിലവിൽ. എന്തായാലും ഈ നാവികസേന അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പരമാവധി സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. മുൻപ് കുറച്ച് അകലെയായി, അതായത് ഈ പുഴയിൽ വീണ വാഹനങ്ങളൊക്കെ പുഴയിൽ നിന്ന് കുറച്ച് ദൂരെ ഒലിച്ചു പോയിട്ടോ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ടാങ്കർ ലോറിയും അതുപോലെ തന്നെ മൃതദേഹങ്ങളും ഒക്കെ കണ്ടെത്തി എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരയുന്ന വാഹനം
ആ വാഹനം ഈ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടോ, ഈ പുഴയിൽ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടോ എന്നത് കർണാടക സർക്കാർ, അതായത് കർണാടക സർക്കാരിലെ മന്ത്രിമാർ ഉൾപ്പെടെ ഇന്നലെ ഇവിടെ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഒരു സംശയം പറഞ്ഞതാണ്. അവർ അത്തരത്തിലുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യൻ ആർമിയെയും NDRF-നെയും അതുപോലെ തന്നെയുള്ള ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരെയും സംബന്ധിച്ച് അവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കർവിനുള്ളിൽ ഒരു റാഷ് ഷേപ്പിലാണ് ആ മലയ്ക്ക് അരികത്ത് കൂടി പോയി ഈ റോഡിലേക്ക് തന്നെ, അതായത് ഈ കർണാൽ മംഗലാപുരം ദേശീയപാതയിൽ ഈ ഒരു റാഷ് ഷേപ്പിലാണ് ഈ ഒരു ഭാഗമുള്ളത്, ആ ഒരു പ്രദേശമുള്ളത്. അവിടെയാണ് ഈ വാഹനം നിർത്തി ആ വാഹനം കഴുകുന്നതിനും അതുപോലെ തന്നെ ഈ കുളിക്കുന്നതിനുമൊക്കെയുള്ള ആ സൗകര്യമുള്ളത്. അപ്പോൾ ആ പ്രദേശത്ത് ഈ വാഹനം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുള്ളത്. ആ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ദുഷ്കരമായ പ്രവൃത്തി. ആദ്യഘട്ടത്തിലൊക്കെ മണ്ണ് മാത്രമാണ്, വലിയ പാറക്കല്ലുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന ഒരു ആശ്വാസം പങ്കുവച്ചിരുന്നു. പക്ഷേ മണ്ണ് നീക്കം ചെയ്ത് അത് പകുതിയായപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. അതിനിടയിൽ ഈ മലയിൽ നിന്ന് വലിയ വലിയ പാറക്കല്ലുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ആ പാറക്കല്ലുകളൊക്കെ നീക്കം ചെയ്യണം. അതിനുള്ള ഡ്രില്ലിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ 2 ദിവസമായി നടന്നു വന്നിരുന്നു. ഇതിപ്പോൾ രാവിലെ 6 മണി മുതൽ ഈ പ്രവൃത്തി രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് അവിടെ ഇന്നലെ രാത്രി ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പ്രതികൂലമായ കാലാവസ്ഥയില്ല, അനുകൂലമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രദേശത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ മഴയും ശക്തമായ കാറ്റുമാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അതൊരു പക്ഷേ ഇന്ന് വീണ്ടും ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. മാത്രമല്ല വിഷമകരമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കർവിലുള്ള ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഈ മണ്ണ് മറ്റ് മലയിൽ നിന്ന് വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരു അപകടത്തിലേക്ക് നയിക്കാതെ എങ്ങനെയാണ് ഈ വാഹനം അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്തെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായ പരിഗണന നൽകുന്നത്. പക്ഷേ ഇനി വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാതിരിക്കാനും നോക്കണം. അതുകൊണ്ടാണ് ഈ രാത്രി സമയങ്ങളിൽ തെരച്ചിൽ നടത്തുന്നില്ല എന്നത് വലിയ രീതിയിലുള്ളൊരു പരാതിയായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് കർണാടക സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തണം, വാഹനം കണ്ടെത്തണം എന്നുള്ള ആവശ്യമൊക്കെ ഉയരുന്നുണ്ടെങ്കിലും സമ്മർദ്ദമൊക്കെ ഉയരുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും എന്തെങ്കിലും അപകടമുണ്ടായാൽ ഈ രക്ഷാപ്രവർത്തനമൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ സർക്കാർ ഉള്ളത്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഈ അപകടങ്ങൾ ഉണ്ടാവും, ആ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ രക്ഷാപ്രവർത്തനം നടത്തിയാൽ ഏതെങ്കിലും രീതിയിൽ മണ്ണിടിയാനോ ഒരു ജീവൻ കൂടി അതിനിടയിൽ പെടാനോ ഒരു സാധ്യത. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൗത്യം ഇന്ന് അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കാൻ പോവുകയാണ്. റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. ഇന്ന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പല ഏരിയകളിലായി തെരച്ചിൽ നടക്കുന്നുണ്ട്. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിൻ്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ദൗത്യസംഘത്തിൻ്റെ ഈ ഘട്ടത്തിലുള്ള തീരുമാനം. അതേസമയം തന്നെ ലോറി പുഴയിൽ പതിച്ചിട്ടുണ്ടോ എന്നുള്ള സാധ്യത അത് പൂർണ്ണമായും തള്ളിക്കളയാതെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. NDRF-ഉം നാവികസേനയും പുഴയിൽ ഇന്നും തെരച്ചിൽ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലാവസ്ഥ ഇപ്പോഴും ഒരു വില്ലനായി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയിലും അതിശക്തമായ മഴ അവിടെ പെയ്തിരുന്നു. ഇന്ന് കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളതും പ്രധാനമാണ്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, ഇത് 6:30 ആവാൻ പോകുന്നു. വൈകാനുള്ള സാധ്യതയുണ്ടോ, അതോ കൃത്യം 6:30 തന്നെ ഇന്നത്തെ ദൗത്യം ആരംഭിക്കുമോ? റീജിത്ത്, സമയം 6 മണി മുതൽ ഇന്ന് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇന്നലെ അറിയിച്ചത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്, ശക്തമായ മഴയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. ശക്തമായ മഴ ഈ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ കാറ്റും മഴയും. ഇപ്പോൾ ഈ പുഴക്കരയിൽ, അതായത് ഗംഗാവലി നദിക്കരയിലാണ് നമ്മൾ ഉള്ളത്. ആ കാഴ്ച പോലും നമുക്ക് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. നേരത്തെ അവിടെ ആ ലൈറ്റൊക്കെ കണ്ടിരുന്നു, ആ പ്രദേശം നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കാഴ്ച മങ്ങി തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം ശക്തമായ മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്.
ശക്തമായ കാറ്റുമുണ്ട്. നമുക്ക് ഈ പ്രദേശത്ത് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മഴയാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രവർത്തനം ഇനി നടത്തുക, അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യൻ ആർമി എത്തിയതാണ് ഏക ആശ്വാസം. ഒപ്പം ഈ 15 മീറ്റർ വരെയുള്ള ഈ വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന, ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന റഡാർ സംവിധാനവും ഇന്ത്യൻ ആർമി ഇന്ന് തെരച്ചിലായി ഉപയോഗിക്കും. അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ മഴയില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. ശക്തമായ മഴയാണ്. ഗംഗാവലി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. പുഴയിൽ അടിയൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കർണാടക സർക്കാരൊക്കെ സംശയിക്കുന്ന പോലെ ഈ പുഴയിലേക്ക് വാഹനം വീണിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക ദുഷ്കരമായ പ്രവൃത്തിയാണ്, അത് ബുദ്ധിമുട്ടുള്ളതാണ്. എന്തായാലും ഈ പുഴയിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പുഴയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഒപ്പം ഈ ഒരു ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. രാവിലെയും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. അത് തെരച്ചിലിന് ഉറപ്പായും പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മഴ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഇന്നത്തെ തെരച്ചിലിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. റഡാർ സിഗ്നലുകൾ ലഭിച്ചയിടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ശ്രമം തുടരുന്നുണ്ട്. ദൗത്യസംഘം കൂടുതൽ സംവിധാനങ്ങളെ ഈ തെരച്ചിലിനായി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആവശ്യം കുടുംബം ദിനംപ്രതി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ രാത്രിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന നടപടി, അതിനെതിരെ അതിരൂക്ഷമായ വിമർശനവും അർജുൻ്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുകയാണ്. ഈ ദൗത്യം നീളുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കുടുംബത്തിനുണ്ട്, നാട്ടുകാർക്കുണ്ട്. ഇന്നലെ ചില പ്രത്യക്ഷ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ണാടിക്കലിൽ നിന്ന് നമ്മൾ കണ്ടിരുന്നു. അടിയന്തരമായ ഇടപെടൽ, കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ദൗത്യം വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഇടപെടൽ വേണം എന്നുള്ള ആവശ്യം കുടുംബം, നാട്ടുകാർ, നാടൊന്നാകെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. അരുൺ, ആറ് മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ സമയം 6:30 വെളിച്ചം വന്നതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നൊരു കാര്യം, അല്പസമയം മുമ്പ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാകും, അവിടെ അതിശക്തമായ മഴ രാവിലെ പെയ്യുന്നുണ്ട്. തെരച്ചിൽ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നത്തെ തെരച്ചിലും ആരംഭിക്കാൻ പോകുന്നു. റഡാർ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിൽ മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ ഇതുവരെ ഒന്നും തന്നെ ലോറിയുടെ ഭാഗങ്ങൾ എന്ന് സ്ഥിരീകരിക്കാവുന്ന ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൈന്യം തെരച്ചിലിനുണ്ട് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ശുഭകരമായൊരു വാർത്ത അവിടെ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. റഡാർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ, അതിൽ ഇപ്പോഴും ഒരു ഫോക്കസ് പോയിന്റ് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വെല്ലുവിളി തന്നെയാണ്. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താനാകുന്ന റഡാർ സംവിധാനം, അതിൽ പ്രതീക്ഷയുണ്ട്. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിൻ്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടാകും. അതൊക്കെ ഏത് തരത്തിലാണ്, ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് സൈന്യത്തിൻ്റേത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും. 6:30 പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഈ പുനരാരംഭിക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കാനുള്ള സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, തുടരാം. അരുൺ, റിജിത്ത്, ഇപ്പോൾ ശക്തമായ മഴ, പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതിശക്തമായ മഴയും കാറ്റുമാണ്. നമ്മൾ ഗംഗാവലി പുഴയുടെ തീരത്താണ് നിന്നിരുന്നത്. ആ പുഴയുടെ തീരത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഈ നമ്മുടെ യൂണിറ്റൊക്കെ വാഹനത്തിനകത്തേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു, സുരക്ഷിതമായി നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഈ മഴ ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആ മഴയെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനി
ഈ തെരച്ചിൽ മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ മലയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇന്നലെ തന്നെ ആ പ്രദേശത്ത് പോയി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ കാര്യം മനസ്സിലായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകർ ആ മണ്ണിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തണം. ഒപ്പം ആ പാറ പൊട്ടിക്കണം. ആ മണ്ണിന് മുകളിലേക്ക്, അതായത് ഇപ്പോഴുള്ള ആ മണ്ണിന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ആളുകൾ താഴേക്ക് പോകുന്നു. അതായത് ആ മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പകുതിയോളം മണ്ണിനടിയിലേക്ക് ആളുകൾ പോയിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാവും ഇന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയിലെ വിദഗ്ധന്മാരായ ആളുകൾ ഈ തെരച്ചിലിനായി എത്തിയിട്ടുണ്ട്. ആ ആളുകളുടെ ഒരു സേവനം, അതാണ് ഇന്നത്തെ പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 15 മീറ്ററോളം ആഴത്തിൽ ഉള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനവും ഇന്നിപ്പോൾ ആർമി ഉപയോഗിക്കുന്നുണ്ട്. ആർമിയുടെ എല്ലാ രീതിയിലുള്ള ഒരു തെരച്ചിലിനുള്ള ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും ആർമി ഈ തെരച്ചിലിനായി ഇവിടെ ഉപയോഗിക്കും. പക്ഷേ ഏത് ഭാഗത്താണ് ഈ വാഹനം എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. GPS ലൊക്കേഷനും നേരത്തെ ലഭിച്ച റഡാർ ലൊക്കേഷനും അനുസരിച്ച് ഉള്ള സ്ഥലത്ത് പൂർണ്ണമായും തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആ ഭാഗത്തൊന്നും വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ മലയോട് ചേർന്നുള്ള, അതായത് ഈ റോഡിൽ മലയോട് ചേർന്നാണ് എല്ലാ വാഹനങ്ങളും നിർത്തിയിടാറ്. വലിയ 3 ടാങ്കറുകൾക്ക് നിർത്തിയിടാനുള്ള സ്ഥലം മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശമായിരിക്കും ഇനി കൂടുതൽ തെരച്ചിൽ നടത്തുക. ആ പ്രദേശത്ത് ഈ വാഹനം ഉണ്ട്, അല്ലെങ്കിൽ ഈ വാഹനവും മറ്റ് വാഹനങ്ങളും ഉണ്ടായേക്കാമെന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക സംഘത്തിനുള്ളത്. ആ മലയിൽ നിന്ന് മണ്ണിടിയുന്ന സമയത്ത് ഈ ടാങ്കർ അവിടെ നിന്ന് തെന്നി മാറാനുള്ള, അല്ലെങ്കിൽ ഈ ലോറി അവിടെ നിന്ന് തെന്നി മാറാനുള്ള സാധ്യത ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ തന്നെ തള്ളിക്കളയുന്നുണ്ട്. ഈ സ്ഥലത്തെ കുറിച്ചറിയുന്ന പ്രദേശവാസികളും അത് തന്നെയാണ് പറയുന്നത്. കാരണം നല്ല ഉയരമുള്ള മലയാണ്. ആ മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അത് ഈ വാഹനത്തിന് മുകളിലേക്ക് വീഴാനാണ് സാധ്യത. ഒരിക്കലും ആ സമയത്ത് വാഹനം തെന്നി മാറാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ ഭാരത് ബെൻസിന്റെ ലോറി അത് അത്രത്തോളം ഭാരമുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ വാഹനം അവിടെ നിന്ന് തെന്നി മാറി പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തകർ തള്ളിക്കളയുകയാണ്. പക്ഷേ കർണാടക സർക്കാരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഒക്കെ സംശയിക്കുന്ന പോലെ ഈ പുഴയിൽ വാഹനം വീണിട്ടുണ്ടാവുമെന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ പുഴയിലും അതുപോലെ തന്നെ കരയിലുമായിരിക്കും തെരച്ചിലുണ്ടാവുക. ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തും ഇതുപോലെ മണ്ണ് തൂർന്ന നിലയിലാണ്, മണ്ണ് അടിഞ്ഞുകൂടിയ നിലയിലാണ്. ആ മണ്ണിനടിയിലും ഈ വാഹനമുണ്ടോ എന്ന് തെരച്ചിൽ നടത്തണം. അതിനുള്ള സമ്മർദ്ദവും ശക്തമായി തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. അർജുൻ മാത്രമല്ല, തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ശരവണനെ കാണുന്നില്ലെന്ന ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. ശരവണന്റെ ലോറി ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയത്. 7 മണിക്ക് ശരവണൻ ഈ സ്ഥലത്ത് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യയെ വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ശരവണന്റെ മൊബൈൽ ലൊക്കേഷനോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ലോറി ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ശരവണന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ശരവണനും ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടാവാം എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിലുണ്ടോ എന്നതൊക്കെ പരിശോധിക്കണം. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ആ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനി തെരച്ചിൽ മുന്നോട്ട് പോവുക എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നെന്തായാലും ഇന്ത്യൻ ആർമി അവരുടെ പരമാവധി കഴിവും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടത്തുക. ഇന്ന് ആ തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ 6 മണിയോടുകൂടി തെരച്ചിൽ തുടരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ റിജിത്ത്, പ്രതികൂലമായ കാലാവസ്ഥയാണ്, ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവർക്ക് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത, അതായത് ആ മണ്ണിൽ നിൽക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് വീണ്ടും തുടക്കം കുറിക്കുക. അല്പസമയത്തിനകം ഈ മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിജിത്ത്, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ, തെരച്ചിൽ
അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ശക്തമായ മഴ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി, അത് തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇന്നിപ്പോൾ അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ രാത്രിയോടെ രക്ഷാപ്രവർത്തനങ്ങൾ തെരച്ചിൽ നിർത്തിവച്ചിരുന്നു. അതിപ്പോൾ അതിരാവിലെ തന്നെ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ കനത്ത മഴ, ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ തെരച്ചിലിനുള്ള സമയം അങ്ങനെ നീളുകയാണ്. ഈ സമയം വൈകുന്തോറും വളരെ ആകാംക്ഷയിൽ, ആശങ്കയോടുകൂടി ലോകം മുഴുവനുമുള്ള മലയാളികൾ, കേരളം മുഴുവൻ ഒന്നടങ്കം ഈ 7 ദിവസങ്ങളായി അർജുനായുള്ള എന്തെങ്കിലും വിവരം കിട്ടുമോ, ലഭിക്കുമോ എന്നുള്ള ആ വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വിവരം, തമിഴ്നാട് നാമക്കൽ സ്വദേശിയായ ശരവണനെ കാണാതായി എന്ന കുടുംബത്തിൻ്റെ പരാതിയുണ്ട്. ശരവണൻ അവിടെ ഈ പ്രദേശത്തു തന്നെ, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തു തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തെ വിളിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പേർ ഈ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? എല്ലാ ജീവനുകളും ഒരുപോലെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടരാൻ കഴിയട്ടെ. ശക്തമായ മഴ, പുഴയിലാണെങ്കിലും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട്. രാത്രികാലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത, അത് തള്ളിക്കളയണം. അത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടാകരുത്. അതുകൊണ്ട് മാത്രമാണ് രാത്രികാലങ്ങളിലെ തെരച്ചിൽ നിർത്തിവെക്കുന്നത് എന്ന് പറയുമ്പോഴും രാത്രി രക്ഷാപ്രവർത്തനം, തെരച്ചിൽ നിർത്തിവച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധവും അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ അർജുനായുള്ള കാത്തിരിപ്പിലാണ്. അവരൊരുപാട് ചോദ്യങ്ങൾ, എപ്പോൾ തുടങ്ങും ഈ തെരച്ചിൽ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളുമായി വരുന്നുണ്ട്. അവിടെ മഴ ഇപ്പോഴെങ്ങനെയുണ്ട്? അരുൺ ചേരുന്നുണ്ട്, അരുൺ പാറയ്ക്കൽ അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരുൺ, ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുന്നു. ഇപ്പോഴും തെരച്ചിൽ, ഇന്നത്തെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മഴ ശക്തമായി തന്നെ തുടരുകയാണോ ഇപ്പോഴും? ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രത്യേക, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നതിനേക്കാളും ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തതയുണ്ടോ ഈ തെരച്ചിലിന്? റഡാർ സംവിധാനം ഉപയോഗിക്കുന്നു, കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? സ്മിത, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി നദിയുടെ തീരത്താണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള ശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്. ഈ പുഴക്കരയിൽ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർണാടക ഉൾവനത്തിലൊക്കെ നല്ല മഴയുണ്ട്. ആ മഴയിൽ നിന്ന് വെള്ളം ഈ മലയിലൂടെ ഇങ്ങനെ ഈ അപകടം നടന്ന സ്ഥലത്ത് ധാരാളമായി ഇങ്ങനെ എത്തുന്നുണ്ട്, ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ മണ്ണിന് മുകളിലൂടെ വീണ്ടും ഒരു അപകടം ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഈ മണ്ണ് താഴേക്ക് വീഴാനുള്ള സാധ്യതകളൊന്നും തന്നെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കണം. ഒപ്പം ഈ ഉണ്ടായ അപകടത്തിൽ പെട്ട ആളുകളെ രക്ഷിച്ചെടുക്കുകയും വേണം. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇന്ത്യൻ ആർമി ഇന്നലെ 2 മണിയോടുകൂടി ഇവിടേക്ക്, ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവർ ഇന്നലെ പരിശോധന ആരംഭിച്ചു. ഇന്ന് രാവിലെ 6 മണി മുതൽ തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് തെരച്ചിൽ ഇതുവരെയും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊരു പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. ശക്തമായ മഴയാണ്, അതിശക്തമായ മഴയാണ്. നമുക്ക് അതിൻ്റെ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നുള്ളൂ. രാത്രി സമയങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുമ്പോൾ ആ മഴയെയും അതുപോലെ തന്നെ ആ മണ്ണിടിച്ചിൽ സാധ്യതയെയും അതിജീവിക്കണം. ഇനി സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയൊരു അപകടം പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇനിയൊരു മനുഷ്യജീവന് പോലും ഒരു അപായം സംഭവിക്കാൻ പാടില്ല. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ. അല്ലെങ്കിൽ ഈ നാമക്കൽ സ്വദേശി ശരവണ്ണെ പോലെയുള്ള ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെയൊക്കെ രക്ഷിച്ചെടുക്കണം. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പാറക്കല്ലുകൾ, അതായത് ഈ മണ്ണിന് മുകളിൽ വലിയ രീതിയിലുള്ള പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലുകൾ ഇവിടുന്ന് നീക്കം ചെയ്യണം. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പാറക്കല്ലുകൾ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ ഡ്രില്ലിംഗ് ഇതൊക്കെ പാറ പൊട്ടിക്കുന്ന ഒരു നടപടികളൊക്കെ നടന്നു വരികയാണ്. ആ പാറ പൊട്ടിച്ച് നീക്കിയാൽ മാത്രമാണ് ഇനിയിപ്പോഴുള്ള പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച റഡാർ ലൊക്കേഷനും അതുപോലെ തന്നെ GPS, മുമ്പ് ഈ ഭാരത് ബെൻസിന്റെ GPS കണ്ടെന്ന് പറയുന്ന ആ സ്ഥലത്ത്, GPS ലൊക്കേഷൻ കാണിച്ചെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തു. പക്ഷേ അവിടെയൊന്നും ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ദേശീയപാത കർണാൽ മംഗലാപുരം ദേശീയപാതയിൽ ആ പ്രദേശത്ത് കുറച്ച് വീതിയുള്ള സ്ഥലമാണ്. 4 വരി പാത തുടക്കമിടുന്ന സ്ഥലമാണ് ഈ അപകടമുണ്ടായ സ്ഥലം. അവിടെ ഒരു റാ ഷേപ്പിൽ മല കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്.
ആ ഭാഗത്താണ് ഈ അരുവിയൊക്കെ ഉള്ളത്, മലമുകളിൽ നിന്ന് വരുന്ന അരുവിയൊക്കെ ഉള്ളത്. അവിടെ വാഹനം നിർത്താനുള്ള ഒരു സൗകര്യമുണ്ട്. അതിൻ്റെ നേരെ എതിർവശത്തായിരുന്നു, അതായത് ഈ റോഡിൻ്റെ ഈ റാ ഷേപ്പിൽ കിടക്കുന്ന ആ ഒരു സ്ഥലത്തെ പാർക്കിംഗ് ഏരിയയുടെ നേരെ എതിർവശത്തായിരുന്നു ഈ ചായക്കട. പുഴയോരത്ത് ചേർന്നായിരുന്നു ഈ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ റാ ഷേപ്പിലുള്ള പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തി, മലയോട് ചേർന്ന് വാഹനം നിർത്തി ആ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിക്കുകയും ഈ വാഹനം കഴുകുകയുമൊക്കെയാണ് ഈ ലോറി തൊഴിലാളികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. മൂന്ന് വലിയ ടാങ്കർ ലോറികൾ നിൽക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് എന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ഈ സമീപവാസികൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ മണ്ണ് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് അർജുൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ആ പ്രദേശത്താണ്. ആ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കാണുന്നത് എത്രത്തോളം ദുഷ്കരമാണ് ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ള പ്രവൃത്തി എന്നുള്ളത്. നീക്കുംതോറും അതിങ്ങനെ കൂടുതൽ കൂടുതൽ മൺകൂനകൾ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് വലിയൊരു മൺകൂന, ഒരു മല ഒന്നാകെ ഇടിഞ്ഞു വീണിരിക്കുകയാണ്. നമുക്കറിയില്ല, പിന്നീട് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടങ്ങുന്നതിന് മുൻപ് വീണ്ടും വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ വെല്ലുവിളിയാകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം. ഒപ്പം തന്നെ ഈ നദിയിൽ ഒരുപക്ഷെ ഇത്രയും വലിയ ലോറിയാണ്, അതങ്ങനെ ഒഴുകി നദിയിൽ സ്ലിപ്പ് ചെയ്ത് തെന്നി മാറി അത് നദിയിൽ വീണിരിക്കാം എന്നുള്ള സംശയം അത് തള്ളിക്കളയുന്നുണ്ട് ഒരു വിഭാഗമെങ്കിലും. NDRFും നേവിയുടെയും സംഘം ഇന്നും പുഴയിലും തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പുഴയിൽ വെള്ളം ഉയർന്നു വരുന്നുണ്ട്, ജലനിരപ്പ് ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, 7ാം നാൾ തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ തെരച്ചിൽ തുടങ്ങിയോ? നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ഇങ്ങനെ നമ്മൾ പലയിടത്തു നിന്നും വരുന്ന സന്ദേശങ്ങളൊക്കെ തന്നെ കാണുന്നതാണ്. കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വിവരം അവിടെ നിന്ന് വരുന്നതിനായി. പക്ഷേ ഇന്നിപ്പോൾ 7 ദിവസമായിരിക്കുന്നു. 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു വിവരം ലഭിക്കുന്നില്ല. തെരച്ചിൽ വലിയ വെല്ലുവിളി, അതിൻ്റെ ദുഷ്കരമാകുന്നു എന്ന് പറയുന്നു. വലിയ രീതിയിലുള്ള വെല്ലുവിളി. അതൊന്ന് ശക്തമായ മഴ തന്നെയാണ്. മറ്റൊന്ന് ഈ വലിയ മൺകൂനകളുടെ ഒരു വലിയ ഭാഗം മാറ്റിക്കഴിഞ്ഞിട്ടും ഒരു ലോറിയുടെ ഒരു തുമ്പ് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയൊരു ലോറിയാണ്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നദിയിലുള്ള തെരച്ചിലും വലിയ ദുഷ്കരമാണെന്ന് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ പറയുകയായിരുന്നു. അരുൺ പറയൂ, ഇന്ന് ഈ പ്രഭാതത്തിൽ തെരച്ചിൽ തുടങ്ങിയോ? എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്? അസ്മിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത മഴ ഇവിടെ പെയ്യുകയാണ്. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇടപെട്ട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി അല്പം മഴ മാറി നിന്നിരുന്നു. ഇന്ന് രാവിലെയും നമ്മൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വീണ്ടും അതിശക്തമായ മഴ ഈ നിലവിലെ അപകട സ്ഥലത്ത് ഉൾപ്പെടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഇത് വലിയ ഈ രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടം മുതൽ പ്രതികൂലമായി ബാധിക്കുകയാണ്. സ്മിത സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നാടുണ്ട്. ആ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു ശുഭകരമായിട്ടുള്ള വിവരം നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു ശുഭകരമായ വാർത്ത ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. നിലവിൽ നടത്തിയ തെരച്ചിലെല്ലാം വിഫലമാണ്. സിഗ്നൽ ലഭിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തു. അത് റഡാർ പരിശോധനയിൽ ലഭിച്ച സിഗ്നലിൽ ഇന്നലെ അവസാനം മുഴുവൻ മണ്ണും നീക്കം ചെയ്തു. പക്ഷെ എന്നാൽ അവിടെ ഈ ലോറി കണ്ടെത്താനായില്ല. അതേ തുടർന്നാണ് കർണാടകയിലെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന പ്രതികരണം നടത്തി. സമാന്തരമായി ഈ പുഴയിൽ, ഗംഗാവലി പുഴയിൽ NDRFിൻ്റെയും നേവിയുടെയും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ആ തരത്തിൽ ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സാധ്യത കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ പല സിഗ്നലുകൾ, അതായത് ഈ മെറ്റൽ കണ്ടന്റിന്റെ സിഗ്നലുകൾ ലഭിച്ചിടങ്ങളിലെല്ലാം ഈ മണ്ണും ചളിയും, അതായത് വലിയ കുന്നുപോലെ ഉണ്ടായിരുന്ന മണ്ണും ചെളിയും നീക്കം ചെയ്തിട്ടും ഈ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഈ രക്ഷാദൗത്യ സംഘത്തിൽ ഏർപ്പെട്ടിട്ടുള്ള, ഇതിൽ വലിയ നല്ല പരിചയ സമ്പത്തുള്ള, ഇതിനു മുമ്പ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ അവർ ഇടപെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ മറികടന്നിട്ടുള്ള ദൗത്യ സംഘ അംഗങ്ങളുണ്ട്. അവർ പറയുന്നത് പൂർണ്ണമായും അങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കർണാടകയിലെ മന്ത്രിമാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഗ്രൗണ്ടിൽ അവരാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില നിഗമനങ്ങൾ ഉണ്ടാകാം, വിലയിരുത്തലുകൾ ഉണ്ടാകാം. അവർ പറയുന്നത്
ഇതിൻ്റെ നിലവിൽ ഇപ്പോൾ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ഈ റഡാർ സിഗ്നലിലൊക്കെ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സിഗ്നൽ ലഭിച്ച മണ്ണ് നീക്കിയിടത്തു നിന്നും തൊട്ടപ്പുറത്ത് വശത്തുള്ള, അതായത് മറുവശത്തുള്ള ഒരു വലിയ കല്ലും മണ്ണും മൂടി നിൽക്കുന്ന, അത് കുന്നുപോലെ മൂടി നിൽക്കുന്ന ഒരിടം കൂടിയുണ്ട്. അവിടെ അത് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ ആവശ്യമാണ് എന്നതാണ് ഈ രക്ഷാ ദൗത്യ സംഘത്തിലുള്ളവർ പറയുന്നത്. അത് ഇന്ന് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് തെരച്ചിൽ നടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് തെരച്ചിലിൻ്റെ ഒരു രീതി റഡാർ സിസ്റ്റം ഇന്ന് ഉപയോഗിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈന്യത്തിൻ്റെ കുറച്ചുകൂടി ഈ അടിത്തട്ടിലെത്തി ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ സാങ്കേതികത്വമുള്ള റഡാർ സിസ്റ്റം സൈന്യത്തിൻ്റെ പക്കലുണ്ട്. അതിന്ന് ഈ അപകട സ്ഥലത്ത് എത്തിക്കും. റഡാർ പരിശോധന ഇന്ന് നടത്തും. ശരി അരുൺ, അരുൺ നിൽക്കുന്നിടത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. സ്റ്റേ സേഫ് അരുൺ. നമ്മുടെ ഇത്രയും ദിവസങ്ങളായി നമ്മുടെ സംഘം ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ അവിടെ തുടരുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ളൊരു നേരിയ പ്രതീക്ഷ, ആ രീതിയിലുള്ള ഒരു വിവരം ലഭിക്കുന്നതിന് കാത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒരു വാഹനമാണ് അർജുൻ സഞ്ചരിച്ച വാഹനം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്രയും ദിവസം മണ്ണിനടിയിൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ വെള്ളത്തിനടിയിലാണെങ്കിൽ പോലും ആ ക്യാബിനിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ള നേരിയൊരു പ്രതീക്ഷയുടെ ഒരു കിരണം എല്ലാവരും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്, നിർണായകമാണ്. നമ്മുടെ പ്രതിനിധികളെല്ലാം തന്നെ അവിടെ തുടരുന്നുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. കേന്ദ്ര ബജറ്റ് ചൊവ്വാഴ്ചയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ബജറ്റിൽ സഹായം പ്രതീക്ഷിക്കുകയാണ് കേരളം. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിലും കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദീർഘകാല ആവശ്യമായ എയിംസും കണ്ണൂരിൽ ആയുർവേദ ഗവേഷണ സ്ഥാപനവും ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളത്തിന് അർഹമായ വിഹിതം ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും പ്രതീക്ഷ. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ്, വിഴിഞ്ഞം തുറമുഖത്തിനായി 5,000 കോടിയുടെ പ്രത്യേക മൂലധന നിക്ഷേപം എന്നിവ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് 5,000 കോടിയുടെ സഹായം, വായ്പ എടുക്കാനുള്ള പരിധി ഉയർത്തുക, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കുക എന്നിവയിൽ അനുകൂല സമീപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ച 6,000 കോടി രൂപ ഈ വർഷം കടമെടുക്കാൻ അനുവദിക്കണം. കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന നികുതി വിഹിതം ഉയർത്തുക, ബ്രാൻഡിംഗിൽ മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമാക്കരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ ഉയർത്താൻ കേന്ദ്ര സഹായം വേണം. ഗതാഗതം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, തീരശോഷണം, മനുഷ്യ വന്യമൃഗ സംഘർഷം, പ്രളയ ദുരന്ത നിവാരണം എന്നിവയിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനത്തിന് സ്വയംഭരണാധികാരം നൽകണം. പദ്ധതികൾക്കുള്ള കേന്ദ്ര വിഹിതം 60% നിന്ന് 75% GSDPയുടെ 3.5% കടമെടുക്കാൻ അനുവദിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. 24 തിരുവനന്തപുരം. കേന്ദ്ര ബജറ്റിൽ റെയിൽവേക്ക് എന്താണ് കാത്തുവച്ചിട്ടുള്ളത് എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ. വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽ സുരക്ഷയ്ക്കായി വമ്പൻ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജൂണിൽ ഒഡീഷയിലെ ബാലസോറിൽ നടന്ന ട്രെയിൻ അപകടത്തിൽ 295 പേരുടെ ജീവൻ പൊലിഞ്ഞത് വലിയ വിമർശനങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. അടിക്കടിയുണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ റെയിൽവേ വികസനത്തിന് തിരിച്ചടിയാണെന്ന വിലയിരുത്തലിലാണ് കേന്ദ്രം. അതുകൊണ്ട് തന്നെ നവീകരണത്തോടൊപ്പം റെയിൽ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കവച് സംവിധാനം വ്യാപിപ്പിക്കാനും സിഗ്നലിംഗ് ശക്തമാക്കാനും കൂടുതൽ തുക വകയിരുത്തിയേക്കും. ലോക്കോ പൈലറ്റുമാരുടെ ക്ഷാമം പലപ്പോഴും അധിക ജോലിയിലേക്കും അപകടങ്ങളിലേക്കും നയിക്കുന്നുവെന്ന വിലയിരുത്തലുകളുമുണ്ടായിരുന്നു. 18,000 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരെ നിയമിക്കുമെന്ന പ്രഖ്യാപനവും വന്നിരുന്നു. ഇതിനായി ശമ്പളം, പെൻഷൻ ചെലവുകൾക്കുള്ള വിഹിതവും ഉയർത്തുമെന്നാണ് പ്രതീക്ഷ. വെയിറ്റിംഗ് ലിസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അധിക സർവീസുകൾക്കായി വലിയൊരു തുക മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. കോവിഡ് കാലത്ത് മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ ഇളവ് പിൻവലിച്ചിരുന്നു. ഇതിൽ ചെറിയൊരു ആശ്വാസം നൽകാനും ധനമന്ത്രി തയ്യാറായേക്കും.
11 ലക്ഷം കോടിയുടെ റെയിൽ ഇടനാഴി പദ്ധതികൾക്കായുള്ള വിശദാംശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. മെട്രോ നെറ്റ്വർക്ക്, നമോ ഭാരത് കോറിഡോർ, വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ, ഹൈസ്പീഡ് കോറിഡോർ വികസനം, ഇക്കണോമിക് കോറിഡോർ എന്നിവയും അജണ്ടയിലുണ്ട്. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷന് കൂടുതൽ വിഹിതം നൽകും. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പുതിയ ട്രാക്ക് നിർമ്മാണം, ബുള്ളറ്റ് ട്രെയിൻ, മെട്രോ റെയിൽ വികസനം, പാളങ്ങളുടെ അറ്റകുറ്റപ്പണി, റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കൽ എന്നിവയൊക്കെ ധനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിലുണ്ട്. ഫൈനാൻഷ്യൽ ഡെസ്ക് 24. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. കാര്യമായ മാറ്റങ്ങൾ ബജറ്റിൽ ഉണ്ടാകില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. വികസിത സാമ്പത്തിക ലക്ഷ്യത്തിലെത്താനുള്ള ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക മേഖല. എന്നാൽ വ്യവസായ മേഖലയുടെ ഉയർന്ന വളർച്ചാ നിരക്ക് മൂലം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക വിഹിതം 15% കുറഞ്ഞു. രാജ്യത്ത് ജനസംഖ്യാ നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനവും വർദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാർഷിക വർഷത്തെ അപേക്ഷിച്ച് 20 മില്യൺ ടണ്ണോളം ധാന്യങ്ങളുടെ ഉൽപാദനം ഇത്തവണ കുറയാൻ ഇടയുണ്ടെന്ന് CPI രാജ്യസഭാ MP പി സന്തോഷ് കുമാർ പറയുന്നു. കാർഷിക വർഷം എന്ന് കണക്കാക്കുന്നത് ജൂണാണ്. എന്നാൽ 2023 ജൂലൈയിൽ ആരംഭിച്ച് 24 ജൂണിൽ അവസാനിച്ച കാർഷിക വർഷത്തിന്റെ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയുന്നതാണ് ഉണ്ടാകുന്നത്. അത് സമീപകാലത്ത് ഒരിക്കലും ഇല്ലാത്തൊരു പുതിയ സാഹചര്യമാണ്. പിന്നെ വരൾച്ച നേരിടാനുള്ള സംവിധാനങ്ങൾ, കർഷകരുടെ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ വരൾച്ചയും മഴക്കെടുതി മൂലവും ഉണ്ടായ വിളനാശത്തിൽ പ്രത്യേക പാക്കേജ് ഇത്തവണ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൃഷി വകുപ്പ് ഇപ്പോൾ 500 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് 1,400 കോടിയോളം രൂപ ഈ വിളനാശം തന്നെ സംസ്ഥാനത്ത് സംഭവിച്ചു. വരൾച്ച, അതുപോലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മഴക്കെടുതികൾ. അപ്പോൾ അതും ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ഒരു പാക്കേജാണ്. 500 കോടി ചോദിച്ചിരിക്കുന്നു. അതിന് ഒരു സ്ഥാനം ഈ ബജറ്റിനകത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ സപ്ലിമെന്ററി ചർച്ചകൾ ഉണ്ടാവുന്നതാണ് നമ്മൾ ഉണ്ടാകുന്നതാണ് ആഗ്രഹിക്കുന്നത്. ഉൽപാദനക്ഷമവും സുസ്ഥിരവുമായ ഒരു കാർഷിക മേഖല അതിവേഗത്തിൽ കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നതാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി വളം സബ്സിഡി വിഹിതം, വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കുക, കർഷകർക്കുള്ള ന്യായവില ഉറപ്പാക്കുക, പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനം, കാർഷിക മേഖലയിലെ ഗവേഷണത്തിനുള്ള വിഹിതം ഉൾപ്പെടെയുള്ളവ ബജറ്റിൽ ഇടം പിടിക്കേണ്ടതുണ്ട്. ഇത്തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ NDA മുന്നണിയിലെ പല ഘടകകക്ഷികളും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കർഷക അനുകൂല സമീപനം സ്വീകരിക്കാനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായ കർഷകരോഷം മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കും. കർഷകരുടെ ആവശ്യത്തിൽ മുഖം തിരിക്കുന്ന സമീപനം വീണ്ടും ആവർത്തിച്ചാൽ അത് BJPക്ക് ഗുണകരമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. R. അച്യുതൻ, 24, ഡൽഹി. അതിവേഗ മാറ്റങ്ങളുടെ ലോകത്ത് ആശ്വാസം പകരുന്ന നടപടികളാണ് മുതിർന്ന പൗരന്മാർ ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആദായ നികുതി ഇളവുകൾ മുതൽ അപേക്ഷകൾക്കും ഫയലിംഗിനും ഉൾപ്പെടെ സമയപരിധി നീട്ടി നൽകുന്നതുവരെ വയോജനങ്ങളുടെ ആവശ്യങ്ങളിൽപ്പെടുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുതിർന്ന പൗരന്മാർ ബജറ്റ് കാത്തിരിക്കുന്നത്. പ്രായമായതോടെ വരുമാനം കുറഞ്ഞതും കുതിച്ചുപായുന്ന വിലയും ഉയരുന്ന ജീവിത ചെലവും വെല്ലുവിളിയാകുന്ന പ്രായത്തിലുള്ളവർക്ക് പ്രത്യേക പരിഗണന ഉറപ്പാക്കാൻ വേണ്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. സ്ഥിര നിക്ഷേപങ്ങൾ, വാടക വരുമാനം എന്നിവയൊക്കെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മുതിർന്ന പൗരന്മാർക്ക് കയ്യിൽ അധിക തുക ഉറപ്പുവരുത്താൻ നടപടികളുണ്ടായേക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിലവിലെ 50,000-ൽ നിന്ന് 1,00,000-ആയി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ആശ്വാസമായി മുതിർന്ന പൗരന്മാർക്ക് വാടകയിൽ നികുതി ഇളവ് നൽകുന്നതും പരിഗണിച്ചേക്കും. പ്രധാനമന്ത്രി വയവന്ദന യോജന, ആയുഷ്മാൻ ഭാരത് പദ്ധതികളുടെ വിപുലീകരണം എന്നിവയ്ക്കും ധനമന്ത്രി ബജറ്റിൽ സ്ഥാനം നൽകിയേക്കും. വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾ നേരിടുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിനുമേലുള്ള ഡിഡക്ഷനും ഉയർത്തും. ദീർഘകാല മൂലധന നിക്ഷേപങ്ങൾക്കുള്ള നികുതി ഒഴിവ് പരിധി ഉയർത്താനും പദ്ധതിയുണ്ട്. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പരമാവധി പ്രായപരിധിയിൽ ചില മാറ്റങ്ങൾ വേണമെന്ന മുതിർന്ന പൗരന്മാരുടെ ആഗ്രഹം എങ്ങനെ ധനമന്ത്രി പരിഗണിക്കുമെന്ന് ബജറ്റിൽ അറിയാം. ഫൈനാൻഷ്യൽ ഡെസ്ക് 24.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ ഒടുവിൽ പിന്മാറി. പകരം സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിർദ്ദേശിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് എതിർപ്പ് ശക്തമായതോടെയാണ് ജോ ബൈഡന്റെ പിന്മാറ്റം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഒടുവിൽ ആ ഒരു കാര്യം എത്തിയിരിക്കുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാകും ജോ ബൈഡൻ പിന്മാറുക, അതോ അദ്ദേഹം കോവിഡിന് ശേഷവും തുടരുമോ എന്നുള്ളത് നിർണായകമായ വിവരം വരുന്നു. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഇന്ത്യൻ സമയം രാത്രി 11:30 നടത്തിയ ഒരു പ്രസ്താവനയിലാണ് ജോ ബൈഡന്റെ ഈ പിൻവാങ്ങൽ തീരുമാനം പുറത്തു വരുന്നത്. തന്റെ ഭരണ നേട്ടങ്ങളൊക്കെ അക്കമിട്ട് പറഞ്ഞ ജോ ബൈഡൻ കമലാ ഹാരിസ് ഒരു മികച്ച ഭരണാധികാരിയാണെന്ന് ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം കമലാ ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എൻഡോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തുടർ പ്രസ്താവന വരികയും ചെയ്തു. ഇത് ഒരുപക്ഷെ ജോ ബൈഡന്റെ ഒരു രാഷ്ട്രീയ വിരമിക്കൽ പ്രസ്താവന കൂടിയായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഈ പാർട്ടിയുടെയും രാജ്യത്തിന്റെയൊക്കെ താല്പര്യം മുൻനിർത്തിയുള്ള ഒരു തീരുമാനമെന്നാണ് ജോ ബൈഡൻ ഇതേക്കുറിച്ച് പറയുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു ദുർബലമായ ഒരു സംവാദം നടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയൊക്കെയുള്ള സംശയങ്ങളുമൊക്കെ മൂലം പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി ജോ ബൈഡന്റെ മേൽ ഇത്തരം ഒരു സമ്മർദ്ദം പ്രധാനമായും നടത്തിയത് ബറാക് ഒബാമയും മുൻ സ്പീക്കർ നാൻസി പെലോസ്കിയുമാണ്. ഒടുവിൽ ആ വാർത്ത വന്നിരിക്കുകയാണ്. കമലാ ഹാരിസ് ജോ ബൈഡന്റെ ഈ എൻഡോഴ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഒരു ബഹുമതിയായി കരുതുന്നെന്നാണ് കമലാ ഹാരിസ് പറയുന്നത്. സ്മിത. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.